നമസ്കാരം. സുരക്ഷിതമായ ഒരു നാളെയെ ലക്ഷ്യമിട്ട് UAE ഭരണകൂടം മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങളിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. വെറും ശിക്ഷകൾക്കപ്പുറം ലഹരിയുടെ വേരറുക്കാനും ഇരകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ് പുതിയ ഭേദഗതികളിൽ കാണുന്നത്. യുവാക്കളെ ലക്ഷ്യം വെക്കുന്ന ലഹരി മാഫിയകൾക്കും നിയമം നിരുപയോഗം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് 2026 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഈ നിയമങ്ങൾ ലഹരിയുടെ ചെറിയൊരു അംശം പോലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കുമെതിരെ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് UAE സർക്കാർ. രാജ്യത്തെ മയക്കുമരുന്ന് വിരുദ്ധ നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് നടപടികൾ കർശനമാക്കിയത്. കൂടാതെ ഇനി മുതൽ മയക്കുമരുന്ന് സംബന്ധിച്ച കേസുകൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ അധികൃതർ സ്വീകരിക്കും. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം UAE-യിൽ നിയമവിരുദ്ധമായി ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നവർക്കും കുറിപ്പില്ലാതെ മരുന്നുകൾ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കടുത്ത ശിക്ഷയും പിഴയും നൽകും. വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ മരുന്നുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പുതിയ നീക്കം. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കുറിപ്പില്ലാതെ മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഫാർമസികൾക്കും ലൈസൻസ് ഇല്ലാതെ ഇത്തരം മരുന്നുകൾ നൽകുന്ന ഡോക്ടർമാർക്കും 5 വർഷത്തിൽ കുറയാത്ത തടവും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കും. മറ്റു രാജ്യങ്ങളിൽ നിയമവിധേയമായ ചില മരുന്നുകൾ UAE-യിൽ നിരോധിക്കപ്പെട്ടതാകാം. അതിനാൽ മരുന്നുകൾ കൈവശം വെക്കുന്നവർ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതേണ്ടതാണ്. അതേസമയം UAE-യിൽ മയക്കുമരുന്ന് സംബന്ധിച്ച കർശന നിയമവ്യവസ്ഥയുണ്ട്, അത് മറക്കരുത്. അതിനാൽ ഇത്തരം ലംഘനങ്ങൾ വെറും അശ്രദ്ധമായിട്ടല്ല, മറിച്ച് മയക്കുമരുന്ന് ഉപയോഗത്തെ സഹായിക്കുന്ന ക്രിമിനൽ കുറ്റമായിട്ട് തന്നെയാണ് UAE കണക്കാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയോ ഡാർക്ക് വെബ് വഴിയോ ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമപ്രകാരം ഇരട്ടി ശിക്ഷ ലഭിക്കും. കൂടാതെ മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൗരന്മാരെ നാട് കടത്തുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ കുറ്റക്കാരന് ചില മാനുഷിക പരിഗണനകൾ കോടതിക്ക് നൽകാമെന്നും നിയമത്തിൽ പറയുന്നു. കൂടാതെ കുറ്റക്കാരൻ UAE പൗരന്റെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ ഒന്നാം ഡിഗ്രി രക്തബന്ധുവായ വിദേശിയോ ആണെങ്കിലോ നാട് കടത്തുന്നത് കുടുംബത്തിന്റെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് കോടതിക്ക് ഉറപ്പായാൽ നാടുകടത്തലിൽ നിന്ന് ഇളവ് ലഭിച്ചേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടവരെ കുറ്റവാളിയായി മാത്രം കാണാതെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടികളും വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾക്ക് പുറമെ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സാ യൂണിറ്റുകൾ സജ്ജമാക്കാനും പുതിയ നിയമം അനുമതി ചെയ്യുന്നു. കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും ഇത്തരം യൂണിറ്റുകൾ പ്രവർത്തിക്കുക. മയക്കുമരുന്ന് നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പുതിയ അതോറിറ്റികളെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതോറിറ്റികൾക്കായിരിക്കും മയക്കുമരുന്ന് കടത്തും ഉപയോഗവും തടയുന്ന ചുമതലകൾ. ലബോറട്ടറികൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മയക്കുമരുന്ന് വിഭാഗത്തിലുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടാകൂ. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യുവാക്കളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് UAE സർക്കാർ ഇത്തരത്തിൽ നിയമങ്ങൾ കർശനമാക്കിയത്. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സ്കാനിംഗ് സംവിധാനങ്ങളും UAE വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UAE-യുടെ പുതിയ ലഹരി വിരുദ്ധ നിയമങ്ങൾ പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. നിയമങ്ങൾ കർശനമാകുമ്പോൾ അറിയാതെ പോലും ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുമോ എന്ന ഭീതി ചിലർക്കെങ്കിലും ഉണ്ട്. നിയമവിധേയമായി ജീവിക്കുന്നവർക്ക് ഇത് കൂടുതൽ സുരക്ഷയാണ് വാഗ്ദാനം ചെയ്യുന്നത്. കുറ്റവാളികളെ നാടുകടത്തുമെന്ന വ്യവസ്ഥ കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ടെങ്കിലും മാനുഷിക പരിഗണനകൾ നൽകാനുള്ള കോടതിയുടെ അധികാരം ആശ്വാസകരമാണ്. ലഹരി ഒരു സാമൂഹിക വിപത്തായി കണ്ട് അതിനെ വേരോടെ പിഴുതെറിയാനുള്ള UAE-യുടെ ഈ പോരാട്ടം മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും മാതൃകയാണ്. നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്തുക എന്നത് മാത്രമാണ് പ്രവാസികൾക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാനുള്ളത്.